ഇതുപോലുള്ള കാര്യങ്ങൾ എന്റെ പെരക്കകത്ത് നടക്കുന്നത്. സ്വാമി, അതുകൊണ്ട് സ്വാമി ഈ ശംഖ് കറക്കി എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി തരണം. നമുക്ക് ശംഖ് ഒന്ന് കറക്കാം. ശംഖ് കറപ്പോ കണ്ണടിച്ച പൂ ഇട്ടോണം. മുരളിപ്പൂവാ തിന്നരുതേ. അത് അരുളിപ്പൂവല്ലയോ? എടി കൊച്ചേ, ഇത് അപ്പുറത്തെ വീട്ടിലെ മുരളിയുടെ പൂവ്. അവൻ അതിന്റെ ചോട്ടിലാ മൂത്രം ഒഴിക്കുന്നത്. അതുകൊണ്ട് അത് തിന്നരുതെന്ന് പറഞ്ഞേ. ചുമ്മാ അല്ല, തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകള് പ്രഷർ കൂടി തല പറഞ്ഞു വീഴുന്നേ. എന്തായാലും വേണ്ടേ, ശംഖ് കറക്കാൻ പോവാ. കണ്ണടച്ച് പ്രാർത്ഥിച്ചോണം. എന്തോ കണ്ണു പറഞ്ഞ ശംഖിന്റെ ദിശ എങ്ങോട്ടാന്ന് നോക്കിയേ. ശങ്കന്തിയെ എന്താ ശങ്കന്തിയെ? അത് സൗണ്ട് വരുന്ന ശംഖല്ല. എന്തുവാ സ്വാമി? നിങ്ങളുടെ വീട്ടില് വെള്ളം ഇറങ്ങാ ചത്ത ഒരു ചാവിന്റെ പ്രശ്നമുണ്ട്. അതിപ്പോ ജലപിശാശായിട്ട് മാറിയേക്കുവാ. എന്നാൽ ജലപിശാശല്ല, എന്റെ അമ്മൂമ്മ ജലപിശാശ. ചാവാൻ നേരത്ത് ഈ അമ്മ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. അത് പിന്നെ സ്വാമി, സാധാരണ ചക്കരഭരണി കണ്ടാൽ നമ്മൾ കൈയിട്ട് നക്കും, സ്വാഭാവികം. ഈ തള്ള തലയിട്ട് നക്കി. ഭരണി തല കുരുങ്ങി ചത്ത ഇവർക്ക് ഞാൻ ഏത് വഴി വെള്ളം കൊടുക്കാനാ? അപ്പൊ പിന്നെ പ്രശ്നം കൂടത്തേ ഉള്ളു. അയ്യോ എന്റെ സ്വാമി, പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുവാ. എന്റെ സുധാകരേട്ടനുണ്ടല്ലോ, 1 രൂപ പോലും ഇപ്പൊ എന്റെ ഈ തരത്തില്ല. ചോദിക്കുമ്പോ പറയുന്നതാ മണി ബാങ്കിൽ ഇടുവാന്ന്. അത് മണി ബാങ്കിലല്ല, അപ്പുറത്തെ മണിച്ചാച്ചിയുടെ ബാഗിലാ ഇടുന്നത്. അപ്പൊ അത് മണിപ്പിശാചിന്റെ കളിയാ. ആന്ന് സ്വാമി, ഇത് അവള് തന്നെ ഉണ്ടാക്കുന്ന പണിയാ. ഇന്നലെ ഉണ്ടല്ലോ എന്റെ മുറ്റത്ത് അവള് മുട്ടക്കകത്ത് കൂടോത്രം ചെയ്തോണ്ട് വെച്ചേക്കുന്നു. പിന്നെ മുൾസയ്ക്കകത്ത് കൂടോത്രം ചെയ്യാൻ പറ്റൂ? എന്റെ അമ്മ, അത് നമ്മുടെ കോഴിയിട്ട മുട്ടയാ. ഏത് കോഴി? വേറൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. എന്തായാലും അച്ഛനല്ല. എന്തായാലും നമുക്ക് കവടി നിരത്തി നോക്കാം. എന്നാ പിന്നെ അങ്ങനെ ഒന്ന് നോക്ക് സ്വാമി. എന്താണെന്ന് അറിയാവല്ലോ. ഇതെന്തോ ചക്കക്കുരുവോ? അയ്യോ, ഇത് കുഴിച്ചിടാൻ പറ്റുന്ന ചക്കക്കുരു അല്ലയോ? അപ്പൊ എന്റെ വെണ്ണുമ്പുള്ള എന്റെ കവടി എടുത്താണോ കുഴിച്ചിട്ടേക്കുന്നേ? എന്റെ കവടിയാ വെക്കട. ഒപ്പിക്കാൻ പോവാ. കൊച്ചേ, ഇവന്റെ ദേഹത്ത് ഒരു പടുത്ത പിശാചിനെ കയറ്റാൻ പോവാ. അപ്പൊ നീ പിടിക്കണ്ട, പുറത്തു പോയി നിക്കേ. ആയിക്കോട്ടെ സ്വാമി. പൊക്കോ. നാളെന്തവാടാ? നാളെ ഞായറാഴ്ച. അതല്ലടാ ചോദിച്ചാ, നിന്റെ നാളെന്തവാന്ന്? അപ്പൊ അച്ഛൻ ഉത്തരത്തെ ചത്തിരിക്കും. എടാ, അച്ഛൻ പറയുന്ന അനിഴ വന്നു, അമ്മ പറയുന്നു പൂയ വന്നു. അപ്പൊ ഉടനെ വായിൽ അരിയും പൂവും വീഴും.